बेहद की परम ശാന്തി മാ ബാബുജിക്ക് കോടി പ്രണാമം. ഇന്നത്തെ വിഷയമാണ് ബേഹദ് പരംഖ്യാൻ. എന്താണ് ഈ പരംഖ്യാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമ്മുടെ ഈ ഭൂമിയിലെ ജ്ഞാനമാണ് വേദ്, പുരാൺ, ഉപനിഷത്ത് എന്നിവ. 18 പുരാണം, ഗീത ഇവ പോലുള്ള ദിവ്യ ഗ്രന്ഥങ്ങൾ. എന്നാൽ ബേഹത്തിലെ വിവരണം അറിയുന്നതിന് വേണ്ടിയിട്ട് ബേഹദ് പരംഖ്യാനാണ് അത്യാവശ്യം. ബേഹദ് പരംഖ്യാൻ അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ ഭൂമിയുടെ നമ്മുടെ ബ്രഹ്മാണ്ടത്തിന് പുറത്ത് ഉള്ള ജ്ഞാനത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. അത് ഇതുവരെ ഒരു മുനീശ്വരനോ ഒരാളും തന്നെ എഴുതിയിട്ടില്ല. ബാബുജിയുടെ ദിവ്യദൃഷ്ടിയിൽ കണ്ട കാര്യങ്ങളാണ് ബേഹദ് പരംഖ്യാനിൽ എഴുതിയിരിക്കുന്നത്, വിവരിച്ചിരിക്കുന്നത്. കാരണം വേദവ്യാസൻ ദിവ്യദൃഷ്ടിയിൽ കണ്ട കാര്യങ്ങളാണ് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ബേഹദ് പരംഖ്യാനിൽ കണ്ടത് ദിവ്യദൃഷ്ടിയിലൂടെ അനന്തകോടി ബ്രഹ്മാണ്ടം എന്താണ്, അതിനുമേലെയുള്ള ബ്രഹ്മാണ്ടം എന്താണ്, അങ്ങനെ പല പല ബ്രഹ്മാണ്ടങ്ങളെക്കുറിച്ചും അവയുടെ തത്വങ്ങളെക്കുറിച്ചും അവയുടെ പരം മഹാതത്വങ്ങളെക്കുറിച്ചും പരം പ്രകാശത്തെക്കുറിച്ചുമുള്ള അതിൽ ഊഴ്ന്നിറങ്ങി അതിലുള്ള വായുമണ്ഡലം എങ്ങനെയാണ്, അങ്ങനെയുള്ള തത്വങ്ങളെക്കുറിച്ച് പരം പ്രകാശങ്ങളെക്കുറിച്ച് പഠിച്ച് വിവരിച്ച് തന്ന ഒരു മഹാദിവ്യ ഗ്രന്ഥമാണ് ബേഹദ് പരംഖ്യാൻ. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മുക്തി എന്നുള്ള സാധനം കിട്ടുകയില്ല, മോക്ഷം എന്നുള്ള കാരണം കിട്ടുകയില്ല. കാരണം ഈ ഭക്തിമാർഗത്തിൽ പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ, എല്ലാവരും ഹനുമാനെ പോലെ ഭക്തി ആകണം എന്നില്ല. ഭക്തി ആകണമെങ്കിൽ ആത്മസ്വരൂപം പ്രാപിക്കേണ്ടതുണ്ട്, ജ്ഞാൻ യോഗ സേവ ധാരണ ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ഒരു കുറുക്കു വഴികൾ ഇല്ല, എല്ലാതും നേരെയുള്ള വഴികളാണ് ഉള്ളത്. 50 രൂപ കൊടുത്താലോ 50,000 കൊടുത്താലോ 50 കോടി കൊടുത്താലോ കിട്ടുന്ന ഒരു സാധനമല്ല ബേഹദ് പരംഖ്യാൻ, മുക്തി, മോക്ഷം. ഒരു മോക്ഷത്തിനും പൈസനേക്കാളും വില മതിക്കുന്ന ഒരു സാധനമാണ് മോക്ഷം, മുക്തി. മോക്ഷത്തിൻ്റെ കാര്യം ഒരുപാട് സംസ്ഥകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. പക്ഷേ അവരുടെ അടുത്ത് മോക്ഷം എന്താണ്, മുക്തി എന്താണ്, എങ്ങനെയാണ് ഒരു കോഴ്സ് 3 മാസം 4 മാസം 5 മാസം കോഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് മുക്തി കിട്ടും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം കോടാനുകോടി വർഷം ഋഷിമുനിമാർ തപസ് ചെയ്തിട്ട് കിട്ടാത്തതാണ്. 2 മാസം 3 മാസം 50 ലക്ഷം കൊടുത്താലും കിട്ടാത്ത ഒരു സാധനമാണ് മോക്ഷം. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതിരുന്നാൽ നിങ്ങൾ ഈ ദുഃഖസാഗരമായ ഈ ഭൂമിയിൽ നിന്ന്, മരണഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും മോചനം കിട്ടുകയില്ല. അതിനാണ് ഈ ബേഹദ് പരംഖ്യാൻ അഭ്യസിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മോക്ഷം വേണമെങ്കിൽ ആത്മയുടെ ജ്ഞാനം വേണം. ആത്മയ്ക്ക് ജ്ഞാനം വേണമെങ്കിൽ ആത്മജ്ഞാനം പഠിക്കണം. ആത്മജ്ഞാനം പഠിച്ചാൽ മാത്രം പോരാ, അതിനെ പരമാത്മയെ എങ്ങനെ കണക്ട് ചെയ്യണം എന്ന് വിധി അറിയണം. ആ പരമാത്മ ഏത് പരമാത്മയുമായി കണക്ട് ചെയ്യണമെന്ന് ആദ്യം അറിയണം. ഏത് പരമാത്മയിൽ പരംപിതായിൽ നിന്നും നമ്മൾക്ക് പവർ സ്വീകരിക്കണമെന്ന് ആദ്യം അറിയണം. അങ്ങനെ പല കാര്യങ്ങൾ ഇതിലും അടങ്ങിയിട്ടുണ്ട്. ആൾമൈറ്റി അതോറിറ്റി, ഏറ്റവും ഹയസ്റ്റ് റാങ്ക്, നമ്മുടെ രാഷ്ട്രപതി എന്ന് പറയുന്ന പോലെ ഹയസ്റ്റ് റാങ്ക് നമ്മൾക്ക് ആൾമൈറ്റി അതോറിറ്റി എന്ന് നമ്മൾക്ക് പേര് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആൾമൈറ്റി അതോറിറ്റി പരംപിതാവിനെ രചിച്ചു. പരംപിതാവ്
പരം ആത്മയെ രചിച്ചു. പരം ആത്മ ഫരിഷ്തയെ രചിച്ചു. ഫരിഷ്ത ദേവി ദേവതയെ രചിച്ചു. ദേവി ദേവത മനുഷ്യരൂപത്തിൽ വന്നു. ഇതാണ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യം അറിയണം. ഇതിൻ്റെ റിവേഴ്സ് അറിയണം. ആദ്യം മനുഷ്യൻ ആ പരംപിതാവിനെ, അതായത് പവർ ഹൗസിനെ ശരണം പ്രാപിക്കണം. എന്നാലാണ് നിങ്ങൾ ഏത് ബ്രഹ്മാണ്ടത്തിലെ ആണെങ്കിലും, ഒരുപാട് പവർ ഉണ്ടെങ്കിലും, നിങ്ങൾ ഏത് ബ്രഹ്മാണ്ടത്തിലാണെങ്കിൽ ആ ബ്രഹ്മാണ്ടം നിങ്ങൾക്ക് പ്രാപ്തമാകുന്നതായിരിക്കും. പക്ഷേ എത്ര പവറാണ് ഓരോരോ ബ്രഹ്മാണ്ടത്തിലും, എത്ര പവറാണ്, എത്ര കരയുള്ള വായുമണ്ഡലമാണ്, എന്ത് മഹാതത്വമാണ് അവിടെ ഉള്ളത്. അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ജ്ഞാനം പഠിക്കേണ്ടത്. അല്ലാതിരുന്നാൽ പഠിച്ചിട്ട് എന്താണ് ഒരു കാര്യവുമില്ല. മോക്ഷം പറഞ്ഞ സാധാരണ മോക്ഷം എന്നല്ല. മോക്ഷം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ അസ്തിത്വത്തിനെ ഇല്ലാതാക്കണം. അതാണ് മോക്ഷം. അല്ലാതിരുന്നാൽ ഞാൻ ഇത്ര സമ്പാദിച്ചു, എൻ്റെ ഇത്ര ബംഗ്ലാവുണ്ട്, ഇത്ര സ്ഥലമുണ്ട്, എനിക്ക് ഇത്ര ഷെയറുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മോക്ഷം കിട്ടുകയില്ല. ഭൂതപ്രേത പിശാചുക്കളുമായിട്ട് അലഞ്ഞ് തിരിഞ്ഞ് ഇരിക്കേണ്ടതായിട്ട് ഗതി വരും. അതിനാണ് പറയുന്നത് നിത്യകർമ്മയോഗിയാവുക എന്ന് പറയുന്നത്. മോഹം ഇല്ലാതാക്കുക, മോഹത്തിനെ നശിപ്പിക്കുക, എല്ലാത്തിനും മേലെ പോകുക. കാമ, ക്രോധ, ലോഭ, മോഹ, അഹങ്കാർ, ഈർഷ്യ ഇവയുടെ മേലോട്ട് പോവുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് മോക്ഷത്തിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പവർ ഹൗസിനെ പറ്റി, പവർ ഹൗസ് ഇന്ന് പവർ എങ്ങനെയാണ് നിങ്ങളിലേക്ക് ഇറക്കേണ്ടതെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ പവർ ഇറക്കണമെങ്കിൽ നമ്മുടെ ശരീരം ആദ്യം തയ്യാറാകണം. ശരീരം തയ്യാറായിട്ടില്ലെങ്കിൽ പരമാത്മ, അതായത് പരംപിതാവ്, പരമാത്മ ചെറിയൊരു അംശമാണ്. പരമാത്മേനേക്കാളും വലിയതാണ് പരംപിത. പരംപിതാവിനേക്കാളും വലുതാണ് ആൾമൈറ്റി അതോറിറ്റി പവർ ഹൗസ്. ആദ്യം അതറിയണം. എല്ലാതും പരമാത്മയല്ല. പരമാത്മ ചെറിയൊരു, നമ്മുടെ ബ്രഹ്മാണ്ടത്തിൻ്റെ മാലിക്കാണ് പരമാത്മ. അതുപോലെ നമ്മുടെ ബ്രഹ്മാണ്ടം പോലെ അനന്തകോടി ബ്രഹ്മാണ്ടമുണ്ട്. നമ്മുടെ മേലെ, ഭൂമിക്ക് മേലെ അനന്തകോടി ബ്രഹ്മാണ്ടമുണ്ട്. ശിവനുണ്ട്, മഹാശിവനുണ്ട്, പരമഹാശിവനുണ്ട്. ഈ നമ്മുടെ ശിവൻ്റെ മനുഷ്യരൂപമാണ് ശങ്കർ പാർവതി എന്ന്. അത് എത്ര പേർക്കറിയാം? പക്ഷെ ഞാനിത് ഒരുപാട് തവണ വിവരിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ. എല്ലാവരും ശങ്കറിനെയാണ് ശിവൻ എന്നും വിളിക്കുന്നത്, ശക്തിനെയാണ് പാർവതി എന്നും വിളിക്കുന്നത്. അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിൽ നോക്കാനുണ്ട്. അല്ലാതെ ഇത് വേറെ ഒരാൾക്കാർ പറഞ്ഞാൽ അതും കേട്ട് വിശ്വസിച്ച് ഇരിക്കരുത്. കാരണം നമ്മൾ ജ്ഞാനത്തെ ആശ്രയിക്കുക, വേറെ ഒരാളുടെ വാക്കിലല്ല ആശ്രയിക്കേണ്ടത്. നമ്മൾ പരംജ്ഞാനിനെ ആദ്യം ആശ്രയിക്കുക. അതിൽ നിങ്ങൾ സമർപ്പിക്കണം. നിങ്ങൾക്ക് ജ്ഞാനം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സത്ഗുരുവിനെ ആവശ്യമാണ്. സത്ഗുരുവിൻ്റെ ജ്ഞാനം. സത്ഗുരുവിനല്ലാതെ നിങ്ങൾക്ക് ജ്ഞാനം തരാൻ മറ്റാർക്കും സാധിക്കുന്നതല്ല. എല്ലാവരും ഗുരുവാണ്. പാഠം പഠിപ്പിക്കുന്ന അധ്യാപകൻ ഗുരുവാണ്, മാതാവ് ഗുരുവാണ്, അച്ഛൻ ഗുരുവാണ്, പലവരും പല ഗുരുക്കളാണ്, കടയിലെ അയാൾ ഗുരുക്കളാണ്. അങ്ങനെ ഗുരു പലതരത്തിലുള്ള ഗുരുക്കളുണ്ട്. എങ്കിലും സത്ഗുരു ജ്ഞാനം പകർന്നു ഒരാളേ ഉള്ളൂ. സത്ഗുരു ആ ദിവ്യജ്ഞാനം, ആ പരമാത്മയിൽ എത്തിക്കുന്ന ആ ജ്ഞാനി, അതായത് പരമാത്മയെ പ്രാപിക്കാനുള്ള വഴികൾ തരുന്നത് സത്ഗുരുവാണ്. അതുകൊണ്ട് ഒരു ഗുരുവിനെ പ്രാപിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്.
ഏതൊരു കാര്യം നമ്മുടെ കർമ്മബന്ധം ഇല്ലാതാക്കിയാൽ മാത്രമാണ്, അതായത് ആവരണം എന്ന് പറഞ്ഞാൽ കർമ്മബന്ധം ഇല്ലാതാക്കുക എന്ന്, ഇല്ലാതാക്കിയാൽ മാത്രമാണ് നമ്മൾക്ക് കർമ്മബന്ധം ഇല്ലാതാക്കിയാൽ മാത്രമാണ് നമ്മൾക്ക് ആ പരംപിതാവിനെ നമ്മൾക്ക് അവൻ്റെ റൂട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതിനാൽ ആ പരം ലൈറ്റിനെ നിങ്ങൾക്ക് പിടിക്കണമെങ്കിൽ, നിങ്ങളിലോട്ട് വരണമെങ്കിൽ എല്ലാ ആവരണത്തെയും നീക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം ആ പരമാത്മയെ ധ്യാനിക്കണമെങ്കിൽ ആ ദിവ്യ ജ്ഞാനത്തിനെ ധാരണം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നിരന്തർ കർമ്മയോഗി ആകുക. കർമ്മയോഗിയുടെ അഭ്യാസത്തിൽ കൂടെ മാത്രമാണ് നിങ്ങൾക്ക് ആ ചൈതന്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇത് കാരണം ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ദീപം തെളിയിക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ വേണം? എണ്ണ വേണം, തിരി വേണം, പിന്നെ എന്ത് വേണം? ലൈറ്റ് വേണം. തിരി ഉണ്ടെങ്കിൽ മാത്രമാണ് ആ എണ്ണ തിരിയിൽ വന്ന് ആ ലൈറ്റ് തെളിയുകയുള്ളൂ. നമ്മുടെ ആത്മയെ ജ്വലിപ്പിക്കണമെങ്കിൽ എല്ലാവിധത്തിലുള്ള ആവരണത്തെയും ഇല്ലാതാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ആവരണത്തിന് ഇല്ലാതാക്കിയാൽ മാത്രമാണ് ആ മൂൽ സ്വരൂപത്തെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതിരുന്നാൽ ഒരിക്കലും മൂൽ സ്വരൂപത്തിനെ, ആ ആത്മസ്വരൂപത്തെ പ്രാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല. വീഡിയോ നീണ്ടുപോയി. ഇനി ശിവ്, മഹാശിവ്, പരമഹാശിവ്, ഇതിനെപ്പറ്റി നാളെ നമുക്ക് വിവരിക്കാം. കുറച്ച് ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. ബേഹദ് കി പരം ശാന്തി. മാ ബാബുജിക്ക് കോടി പ്രണാമം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പരം ശാന്തി.